നമസ്കാരം. ഈ വീഡിയോ പ്രധാനമായിട്ടും നമ്മളുടെ ഫേസ് യോഗ വെബിനാർ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വെബിനാറിൽ കുറച്ച് ഫേസ് മസാജസ്, അതുപോലെ തന്നെ മുഖം റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് മർമ്മ ടെക്നിക്സ്, ഫേസ് യോഗ, അതായത് ഫേസിലേക്ക് പ്രത്യേകിച്ച് സർക്കുലേഷൻ എത്തിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള യോഗ, ഇതൊക്കെ പരിചയപ്പെടാനുണ്ടായി. അപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഇനി മുഖത്തിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ തന്നെ പറയാം, സഹായകരമായിട്ടുള്ള ഭക്ഷണക്രമം. അതുപോലെ കുറച്ച് ഡൗട്ടും കൂടെ വേറെ ഉണ്ടായിരുന്നു, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് അതിന് സഹായകമായിട്ടുള്ള കുറച്ച് ന്യൂട്രീഷ്യൻസിനെയും അത് കിട്ടുന്ന ഭക്ഷണങ്ങളെയും പരിചയം. ന്യൂട്രീഷനിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ സി ആണ്. നമുക്ക് പലർക്കും അറിയാം. മുഖത്തിൻ്റെ ഒരു തിളക്കം നിലനിർത്താനും, അതേപോലെ മുഖത്തു നിന്നുള്ള എന്താ പറയുക, അനാവശ്യ സാധനങ്ങളെ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ശുദ്ധീകരിക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ കൊളാജൻ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ മസിൽസിനെ രൂപപ്പെടുത്തുന്ന, നല്ല മസിൽസിനെ രൂപപ്പെടുത്തുന്ന കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീനിനെ ഉൽപ്പാദിപ്പിക്കാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി. അതേപോലെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ വരകളും മറ്റുള്ളതൊക്കെ ഇല്ല, അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോഫിംഗ് മാർക്ക് എന്നൊക്കെ പറയുന്ന സാധനം ഇല്ലാതാവാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് വൈറ്റമിൻ സി. പിന്നീട് വരുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ നമുക്കറിയാം, മിക്കവാറും നമ്മളുടെ സൺസ്ക്രീമിലെല്ലാം ഉള്ളൊരു സാധനമാണ്. കാരണം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വിറ്റമിൻ എല്ലാവരെയും പ്രതിരോധിക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ. ഇത് നമ്മുടെ മുഖത്തിനെന്നല്ല, മൊത്തത്തിൽ സ്കിന്നെ അകാലവാർദ്ധക്യത്തിലേക്ക് പോകുന്നത് തടയാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു മോയ്സ്ചറൈസർ പോലും ഈ വൈറ്റമിൻ സി വർക്കാവും. നമ്മുടെ മുഖത്തിന് ഒരു മിനുസവും അതിൻ്റെ ഒരു തീവ്രത്വം തോന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഈ വൈറ്റമിൻ ഇ വളരാൻ. പിന്നീട് സിങ്കാണ്. നമ്മുടെ ത്വക്കിൽ അനാവശ്യമായിട്ട് വരുന്ന എണ്ണ, ഈവൻ നമുക്കറിയാമല്ലേ ഒരു സെൻബം എന്ന് പറയുന്നത് ഇതെല്ലാതും, അതുപോലെ മുഖത്ത് വരുന്ന വീർമത, അത് ചെറിയ നീര് പോലത്തതോ, അതെല്ലാം ഇല്ലാതാക്കാനും നല്ലൊരു കളറ് ഇദ്ദേഹത്തിന്, അതായത് നേച്ചുറലായിട്ടുള്ള നല്ലൊരു ടോൺ കൊടുക്കാനും സിങ്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ഉണ്ടാകും. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കോശസ്ഥലങ്ങളുടെ ബിൽഡിംഗ് ബ്ലോക്കുകളാണെന്ന് പറയാം ഈ ഒമേഗ 3. ഈ ഒമേഗ 3 ആക്ച്വലി പറയുന്നത് സ്കിന്നിന് ഒരു പ്രത്യേക തിളക്കം കൊണ്ടുവരാനും കൂടെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനി മുഖത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഒമേഗ 3 ഒരു അത്യാവശ്യ ഘടകമാണെന്നുള്ളത് നമ്മൾ പലയിടത്തും വായിച്ചറിവുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഒരു പ്രധാന ഘടകം ഒമേഗ 3 ആയിരുന്നു. പിന്നീട് പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക്സ് നോർമലി തന്നെ ദഹന ഗുണങ്ങൾക്ക്, അല്ലെങ്കിൽ നല്ല ദഹനം ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം, വയറ് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം റിഫ്ലക്സ് ചെയ്യും. പ്രത്യേകിച്ച് മുഖം നമ്മൾ മുഖത്തിന് വേണ്ടി മാത്രം മനസ്സിലാണ് കേട്ടോ. മറ്റുള്ള നമുക്ക് വേറെ സാഹചര്യത്തിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമുക്ക് കുറിച്ചിട്ട് ഈ ന്യൂട്രീഷൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്മളുടെ വൈറ്റമിൻ സി ആണ്. അത് ചെറിയ പുളിപ്പുള്ള പഴങ്ങളിൽ, നാരങ്ങയിൽ, അത് നമുക്കറിയാമല്ലോ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വൈറ്റമിൻ സി നോർമലി ആയിട്ട് അധികമായിട്ട് കിട്ടുക. അതുപോലെ നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമാണ് ബെറികൾ. ഈ സ്ട്രോബെറി, ബ്ലൂബെറി, റസ്ബെറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബെറികൾ നമ്മൾ കിട്ടാമല്ലേ. ഇത് ശരിക്കും ആണെങ്കിൽ വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. എന്താ പറയുക, നമ്മളുടെ കോശങ്ങളുടെ ഉള്ളിൽ നിന്ന് അഴിക്കിനെ തന്നെ ഓക്സിഡൈസേഷനും കൂടെ പുറത്ത് കളഞ്ഞ് ആ പ്യൂരിറ്റിയുടെ ഒരു ഭംഗി കൊണ്ടുവരാൻ തന്നെ സഹായിക്കുന്ന ഒരു സാധനമാണ് ബെറികൾ.
അപ്പോൾ ബെറികൾ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. പിന്നെ ഇലക്കറികളാണ്. ചീര, മുരിങ്ങയില മുതലായിട്ടുള്ള കുറേ ഇലക്കറികൾ നമുക്കറിയാം. ഈ ഇലക്കറികൾ ശരിക്കും പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി, ഇ, ചിലതിൽ എ എന്നെല്ലാം സാധനങ്ങളെല്ലാം നന്നായിട്ടുള്ള ഒരു സാധനങ്ങളാണ്. ഇത് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ത്വക്കിൻ്റെ തിളക്കം വർദ്ധിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അണ്ടിപ്പരിപ്പ് വിത്തുകളാണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് omega-3 കിട്ടാം. നമ്മുടെ ചർമ്മത്തിൽ ഒരു എന്താ പറയുക, ഒരു ഭംഗിയുള്ള ജലാംശം നിലനിർത്താനും ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് omega-3. നമ്മൾ പറഞ്ഞു നേരത്തെ അതിനെ കുറിച്ചിട്ട്. അപ്പം ഈ omega-3 ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ അണ്ടിപ്പരിപ്പ് വിത്തും. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ മത്സ്യങ്ങളുണ്ട് കേട്ടോ. ചാള പോലുള്ള മത്സ്യങ്ങൾ വളരെ ഗുണകരമാണ് അതിന്. ഇനി പ്രോബയോട്ടിക്സിന് വേണ്ടിയിട്ട് നമ്മുടെ പുളിപ്പിച്ച് ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തൈര്, ഇതൊക്കെ കുറച്ച് പുളിപ്പിച്ച് കഴിക്കില്ലേ, അതാണ് ഈ തരത്തിൽ നമ്മളെ ഈ പ്രോബയോട്ടിക്സിന് ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മുഖസൗന്ദര്യ വർധനത്തിന് സഹായിക്കുന്ന ന്യൂട്രീഷ്യൻസും ഭക്ഷണോപഭാഗങ്ങളും. മറ്റുള്ള ഡൗട്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. നമ്മുടെ ഫേസ് യോഗ വർക്ക്ഷോപ്പുകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.